ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ ഈ മീൻ. കാണുമ്പോൾ ഒരു ഐലനൊക്കെ പോലെ ഉണ്ട്, പക്ഷെ ഇത് ഐല അല്ല അല്ലേ, കുറച്ചും കൂടി ഒരു പരന്നിട്ട്. പിന്നെ ഈ മീനിന്റെ പേര് അപ്പുറത്ത് കിടക്കുന്ന മീനിന്റെ പേര് അത് പ്രായല്. അതും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മീനും കണ്ടിട്ടില്ല. അപ്പൊ ഇതിന്റെ പേര് വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ആണ്, ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും ഇത് വരിഞ്ഞ് നമുക്ക് വെക്കാം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതൊരു അടിപൊളി ഐറ്റം വെക്കാനാണ് ഞങ്ങൾ പോകുന്നത് അല്ലേ? ഞങ്ങളല്ല, ആരാണ് വെക്കുന്നത്? ഞങ്ങൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇങ്ങനെ വരിഞ്ഞ് റെഡിയാക്കി വെക്കാം. നിർവാണ വെക്കാൻ പോകുന്നു. യെസ്, നിർവാണ, ഫിഷ് നിർവാണ വെക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അതിലേക്ക് നമ്മൾ മഞ്ഞളും ഉപ്പും മുളകും ഈ 3 സാധനമല്ലേ ആക്കുന്നുള്ളൂ. ഓക്കെ, ഇത് വെച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിന് നന്നായിട്ട് എന്ത് ചെയ്യണം, ആ വരഞ്ഞതിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, ഇപ്പം മസാല നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ആകെ 3 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ അല്ലേ? യെസ്. എന്നിട്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല മസാല തേച്ച് ഇവിടെ ഇങ്ങനെ കിടത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് എന്താണ് ആ സൗണ്ട്? ഉണ്ട് തൽക്കാലം ഞങ്ങൾ 3 പൊരിക്കുന്നുള്ളൂ. ഇപ്പം ബാക്കി 2 ഇല്ല. അപ്പം അത് കിടന്ന് പൊരിയട്ടെ. ഒരു സൈഡ് പൊരിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആഹാ, ഓക്കെ. അപ്പം 3 ആളും മറിച്ചിട്ട് ഒന്ന് അധികം സെറ്റായിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് കുഴപ്പമില്ല, ഇനി നമുക്ക് കുറച്ചും കൂടി ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇനി ബാക്കി പൊരിയട്ടെ. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. വീണ്ടും ചട്ടി ചൂടാക്കി ഇനി ഒരു വാഴയില ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. ഒരിലയും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യത്തേത് വാട്ടിയതാ അല്ലേ? ഫസ്റ്റ് ഇല വാട്ടി വെച്ചതാണ്, രണ്ടാമത്തേത് ഫ്രഷാണ്. ഓക്കെ, ഇനി നമ്മൾ ഫിഷിനങ്ങോട്ട് കിടത്തി കൊടുക്കുന്നു. 3 ഫിറ്റ് ആവൂലേ? ഓക്കെ, സെറ്റ്. എന്നിട്ട് നെക്സ്റ്റ് പരിപാടി, നമ്മൾ അടിച്ച് വെച്ച തേങ്ങാപ്പാൽ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആഹാ, അടിപൊളി. ഇത് 1-ാം പാലല്ലേ? സെറ്റ്. ആ, ഒരു തവണ പാൽ ഒഴിക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ, കവർ ചെയ്ത് നിൽക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഫിഷ് മുങ്ങാൻ പാകത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിൽ തീയുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, 1 ലിറ്റിൽ ഇഞ്ചി ആഡ് ചെയ്യുന്നു. അടുത്തത് എന്താ? പച്ചമുളക്. എവിടെ കാണില്ലല്ലോ? ആ, ഓക്കെ, പച്ചമുളക് ഇട്ടു. ഇനി കുറച്ച് പച്ചമാങ്ങ, ഫ്രഷ് പച്ചമാങ്ങ. മാങ്ങ കുറച്ചധികം ഉണ്ട് അല്ലേ, ആ ഒരു പുളി കിട്ടാൻ. ഇഞ്ചി കുറച്ചേ എടുത്തിട്ടുള്ളൂ. മുളക് ആകെ 2 ചെറിയ മുളക് എടുത്തത്. പിന്നെ പച്ചമാങ്ങ ഇങ്ങനെ സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫൈനൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, ഇല പൊട്ടുന്ന സൗണ്ടാണത്. കുഴപ്പമില്ല, പേടിക്കണ്ട, ഇത് പുറത്തേക്ക് പോവില്ല എന്നാണ് നമ്മളെ ഷെഫ് പറഞ്ഞത്. ആ, ഈ വെള്ളം ഇറങ്ങുമെന്ന് തോന്നുന്നു. ആ, അതുവഴി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നമ്മളൊന്ന് നൈസായിട്ട് ബ്ലോക്ക് ചെയ്യണം. ഇനി ഇത് കിടന്ന് തിളയ്ക്കട്ടെ. ഇനി അധികം തിളയ്ക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്ക് എടുത്ത് വെക്കാം. വിൽ വെയിറ്റ്.
ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ തിളച്ചിതാ തിള വരുന്ന കാണുന്നുണ്ടോ? അതാ ഇതൊന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മറിച്ചിടണം അല്ലേ? ഈ സൈഡൊന്ന് മറിച്ചിടണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, കളർ വേണമെങ്കിൽ. അപ്പം തിളച്ച് വരുമ്പോൾ ഈ ഫിഷിലുള്ള തന്നെ ഇതാ ഇതുപോലെ കളർ ആയിക്കോളും. ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാമല്ലേ? പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആ തേങ്ങാപ്പാൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കയ്യിലൊഴിക്കുന്നു. ആഹാ, അടിപൊളി. നല്ല ഇഞ്ചിൻ്റെ ചുവ നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിനെ കുറച്ചും കൂടി ടൈം വെക്കാം, എന്നിട്ട് മറിച്ചിടാം അല്ലേ? തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പുളിയും കൂടി ഇറങ്ങണം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. യെസ്, ആഹാ. ഓക്കെ, ഇനി അടുത്തത്. അങ്ങനെ 2 എണ്ണം മറിച്ചിട്ടു. ഇനി നമ്മൾ സെൻറ്ററിലെ മീൻ അത് പോവാ. ഓക്കെ, അത് നല്ല ഭംഗിയിൽ വരുന്നുണ്ട് അല്ലേ? ആ മാങ്ങൊക്കെ അതിൻ്റെ പുറത്തേക്ക് ഇടണം, നടുവിലേക്ക് ഇറക്കി വെച്ചാൽ. ഓക്കെ, സെറ്റ്. ഇനി കുറച്ച് ടൈം കൂടെ കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. നമ്മളിങ്ങനെ ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ ഈ മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇറങ്ങും അല്ലേ? എല്ലാത്തിലേക്കും അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. ഓക്കെ, ഇനി നമ്മളെ അടുത്ത ഐറ്റം ആഡ് ചെയ്യാൻ പോവാണ്. കറിവേപ്പില. ഇത് നല്ല ഫ്രഷ് കിട്ടിയാൽ അടിപൊളിയാണ്. ഞങ്ങൾക്ക് അത്ര ഫ്രഷ് കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല അല്ലേ? എന്നിട്ട് നമ്മൾ വീണ്ടും അതെ അതൊക്കെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പം അടുത്തതായിട്ട് നല്ലൊരു സ്മെല്ല് വരും. ഈ കറിവേപ്പിലേൻ്റെ സ്മെല്ല് ഇങ്ങനെ അടിച്ച് കയറും. ആഹാ, സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, കളറൊക്കെ ആയി, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ആഹാ, അടിപൊളി. നല്ല ഇഞ്ചിൻ്റെ ചൊയ ഇട്ടിട്ടുണ്ട്, പുളിയുണ്ട്, ഫിഷിൻ്റെ ചൊയ മീൻസ് ടേസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. എടാ മോനെ, അടിപൊളി. ഓക്കെ, ഇനി നമുക്കത് ഓഫ് ചെയ്യാം അല്ലേ? അപ്പം നമ്മളിത് ഇങ്ങനെ അടുപ്പത്തു നിന്ന് ഇറക്കി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നീ ടേസ്റ്റ് ചെയ്യണം, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടേ ടേസ്റ്റ് ചെയ്യുള്ളൂ. ഇത് ഒടുക്കത്തെ ടേസ്റ്റ് ഉണ്ടാവും. ഈ സാധനം ഞങ്ങൾ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ വേറെ മീനായിരുന്നു. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ബൈ ബൈ.